ഒരു വ്യക്തിയിൽ കുടിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഇറങ്ങി വസിക്കുന്ന ദൈവ സാന്നിധ്യം വലുതാണ്. നമ്മൾ ഇന്ന് ഇത്രയും പേര് വന്നപ്പോ ഓരോരുത്തരോടുകൂടെ ഇറങ്ങി കടന്നു വന്ന ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആ സാന്നിധ്യത്തിലാണ് നമ്മൾ പാടുന്നത്, ആ സാന്നിധ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അത് ഞാനെന്ന അല്ലേ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ, ഞാൻ എന്റെ. ഹല്ലേലൂയ. പിന്നെ എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവി, എന്നിട്ട് പറയുക നാം ഒന്നിച്ച്. സ്തോത്രം. അപ്പോ ഒറ്റയ്ക്ക് അവിടെവിടങ്ങളിൽ ഇരുന്ന് ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ ആ പ്രിയപ്പെട്ടവരെല്ലാം കൂടി ഒന്നിച്ചു വരുമ്പോഴാണ് അവന്റെ നാമത്തെ നമുക്ക് ഒന്നിച്ച് ഉയർത്തുവാനായിട്ട് കഴിയും. പ്രൈസല്ലോ. സഹോദരിമാരാകുന്ന നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ ആരും കുറഞ്ഞ പുള്ളികളല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? കൃമിയും പുഴുവും ചാരവുമാണെന്നും പറഞ്ഞിരിക്കല്ലേ. പ്രൈസല്ലോ. നമുക്കുള്ള ഏറ്റവും വലിയ ബലം ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളതാണ്. ദൈവ പദ്ധതിക്കകത്ത്, ഞാന് മുഖവുര ഒന്നും പറയാഞ്ഞത് മറന്നുപോയതുകൊണ്ടല്ല, ഇവിടെ മുഖവുര കേട്ട് എല്ലാ കാതും മരത്തിരിക്കുക. അതുകൊണ്ട് ഇനി ഞാനിവിടെ പറയണ്ടെന്ന് വിചാരിച്ചിരിക്കുക. അതുകൊണ്ടാ നേരെ വചനത്തിലോട്ടങ്ങ് കയറുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരാണല്ലോ, പിന്നെ എന്തു പറയാൻ, ആരെക്കുറിച്ച് എന്തു പറയാൻ. അപ്പം ഒരു കള്ളം കുറച്ച് പറഞ്ഞാൽ അത്രയും പ്രതിഫലം കൂടുമല്ലോ. കേൾക്കാതെ പറയുന്നതും കേട്ട് പറയും, കാണുമ്പം പറയുന്നതും രണ്ടും രണ്ടാണ്. എന്താ നിങ്ങൾ മിണ്ടാത്തത്? ഇടയ്ക്കെങ്കിലും പോട്ടെ, ആ ഭാഗത്തോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ദൈവപദ്ധതിക്കകത്ത് നമുക്കൊരു വലിയ സ്ഥാനമുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നമുക്കൊരു സ്ഥാനമുണ്ട്. ആർക്കാ? വൃദ്ധകൾക്കുണ്ട്. നമ്മൾ സഹോദരിമാരാണല്ലോ, ഈ സഹോദരന്മാർക്ക് കൺസെഷൻ കൊടുത്തിരിക്കുക. വൃദ്ധകൾക്ക് സ്ഥാനമുണ്ട്, യൗവനക്കാർക്ക്, യൗവനക്കാരത്തികൾക്ക് എന്തുകൊണ്ട്, ബാലികമാർക്കുണ്ട്, പൈതങ്ങൾക്കുണ്ട്. സ്തോത്രം. ഏതു പ്രായത്തിലുള്ളവർക്കും ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് സ്ഥാനമുണ്ട്. എന്തുവാ ദൈവത്തിന്റെ പദ്ധതി? ഈ പ്രപഞ്ചത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പദ്ധതി വലുതാ. സാത്താൻ ഇവിടെ എന്നാ ഉടായ്പ് കാണിച്ചാലും ദൈവം അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ ചത്തായി ഞണഞ്ഞെന്നും പറഞ്ഞൊന്നും ഇരിക്കരുത്, നല്ല ഉത്സാഹത്തോടെ ഇരുന്നോണം. ദൈവത്തിന്റെ പദ്ധതിക്കെതിരെ പിശാചിനും വൻ പദ്ധതിയുണ്ട്. ഈ അന്ത്യകാലത്ത് സാത്താൻ തന്റെ മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ക്രിസ്തുവും തന്റെ മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുക. പ്രൈസ് അല്ലോ. അപ്പൊ നമ്മള് ഓർക്കേണ്ടത്, ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നമുക്കൊരു വലിയ സ്ഥാനമുണ്ട്. ദൈവപദ്ധതിക്കകത്ത് ഹവ്വ കയറി നിന്നു, അല്ലെങ്കിൽ ദൈവം കയറ്റി നിർത്തി. എല്ലുകൊണ്ട് മെനഞ്ഞ് മണ്ണുകൊണ്ട് മൂടി മാംസം വെച്ച് പിടിപ്പിച്ച് ജീവശ്വാസം ഊതി കരുതപ്പെടേണ്ടതിന്, സ്നേഹിക്കപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് പങ്കാളിയാകേണ്ടതിന്, പ്രൈസ് ദി ലോർഡ്, തോട്ടം കാപ്പാൻ, തോട്ടത്തിൽ വേല ചെയ്യാൻ, ആ പുരുഷനോടൊപ്പം പങ്കാളിത്തം വഹിക്കേണ്ടതിന് ദൈവം അവളെ ആക്കി. പക്ഷേ കാട്ടിക്കൂടെ നടക്കേണ്ട പല കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടാണ് ഞാനത് പറഞ്ഞത്. ദൈവപദ്ധതിക്കകത്ത് നമ്മുടെ സ്ഥാനം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ദൈവം നമ്മളെ ആക്കിയിടത്തു നാം നിൽക്കുമ്പോൾ ആ പദ്ധതിയിൽ നിന്ന് വെളിയിൽ കളയുവാൻ വെളിയിൽ നിന്നൊരു ശക്തി അകത്തേക്ക് വരികയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
കൗശലമേറിയ പാമ്പിന്റെ കൗശലത്തിലൂടെ സാത്താൻ അവനിൽ കടന്ന്, ആ ജന്തുവിൽ കടന്ന്, സ്തോത്രം, അകത്ത് കയറി വന്നപ്പോൾ സംസാരിച്ചിട്ട് ഒന്നും തോന്നിയില്ല. പക്ഷേ സംസാരിച്ച വിഷയം അവൾ അനലൈസ് ചെയ്തിരുന്നു എങ്കിൽ ഇത് വലിയ അപകടമായിരുന്നു എന്ന് അവൾക്ക് തിരിച്ചറിയാമായിരുന്നു. സ്തോത്രം. അപ്പൊ ദൈവ പദ്ധതിയിൽ നിന്ന് അവൾ വെളിയിൽ പോയി. നമ്മൾ വിചാരിക്കുന്ന ഒരു തെറ്റും ഹവ്വ ചെയ്തില്ല. ചെയ്തോ? നമ്മൾ വിചാരിക്കുന്ന ഒരു പട്ടികയിലും അവൾ വീണില്ല. അല്പം അനുസരണക്കേട്, അല്പം അശ്രദ്ധ. വല്ലോ മനസ്സിലായോ? ഹല്ലേലൂയ. ദൈവം പുസ്തകത്തിലില്ല, അതുകൊണ്ട് നമുക്കും വേണ്ട. പേരില്ലാതെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച അനേക തരുണിമണികൾ ഈ വേദപുസ്തകത്തിലുണ്ട്. ഇന്ന് പേരിനാ യുദ്ധം, പേരിന് യുദ്ധമായി. എന്റെ പേര് പറഞ്ഞില്ലെന്ന്. ദീർഘവർഷങ്ങൾ തന്റെ ഭർത്താവ് ദൈവത്തിന്റെ സ്നേഹിതനായി നിൽക്കേണ്ടതിന്, ദൈവത്തോട് കൂടെ നടക്കേണ്ടതിന് അവൾ ബൂസ്റ്റ് പകർന്നുകൊണ്ടിരുന്നു. സ്തോത്രം, സ്തോത്രം. തന്റെ കുഞ്ഞുങ്ങളെ അവൾ അനുസരണത്തിലും ചിട്ടയിലും വളർത്തി. ആ ത്യാഗിയായ മനുഷ്യസ്നേഹിയുടെ പേര് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ഞാൻ ഓർക്കും, എന്റെ ദൈവമേ, ഇസബേലിന്റെ പേര് എവിടെല്ലാം കിടപ്പുണ്ട്. ഈ പാവം പിടിച്ച സ്ത്രീയുടെ പേര്, ഇസബേലിന്റെ പേര് രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്, വെളിപ്പാട് പുസ്തകത്തിലുണ്ട്, പേരുണ്ട് അല്ലേ? പക്ഷെ ഈ പേരൊന്നും അതിനകത്ത് ഇല്ല. അവിടെ ഇറങ്ങി നിന്നുകൊണ്ട് ദൈവം അവനെ എടുത്തോണ്ട് പോയി. അങ്ങനെ ദൈവത്തോടു കൂടി നടക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് തന്റെ സ്ഥാനം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ മനസ്സില്ലാതെ ആ കുടുംബത്തിനകത്ത് ദൈവപദ്ധതിക്ക് പച്ചക്കൊടി കാണിക്കുവാൻ ആ സ്ത്രീയെ ദൈവം ഉപയോഗിക്കുകയായിരുന്നു. ഓ ശരദമന ജഗൽഖരാദിയാരമശന്തനാദരഗസിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പുരുഷനാണ്, സ്ത്രീ. വീട്ടിൽ ചെന്ന് വഴക്കൊന്നും ഉണ്ടാക്കല്ലേ, അടങ്ങി ഒതുങ്ങി അങ്ങ് ഇരുന്നോണം. അത് കുഴപ്പമില്ല. വേണമെന്നിടത്തൊക്കെ കർത്താവ് നമ്മളെ ഉപയോഗിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. സ്ത്രീ എന്ന് പറയുന്നത് ചവിട്ടിത്തേക്കാനും മറ്റോ യാതൊന്നിനും ഉള്ളതല്ല. ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് അവൾ വിലയുള്ളവളാ. സ്തോത്രം. നമ്മൾ വിലയില്ലെന്ന് വീട്ടുകാർ പറയും, കൂട്ടുകാർ പറയും. എന്തോ ഇനി കൊള്ളാമെന്നാ ചിലപ്പോ ചോദിക്കുന്നത്, അല്ലയോ? എന്തോ ഇനി കൊള്ളാം. ഇതോ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി കേൾക്കുന്നതാ. നിന്നെ എന്തിനു കൊള്ളാമെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോ ചങ്ക് പിടയുമെങ്കിലും ഉള്ളിൽ നിന്നൊരു ശബ്ദം വരും, നിങ്ങൾക്കാർക്കും എന്നെ വേണ്ട എങ്കിലും ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ഞാൻ ഉണ്ട് എന്നുള്ളത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു മകളായി ജനിച്ച് ഒരു അമ്മൂമ്മയായി മരിക്കുന്നതിന്റെ പിൻപിൽ 24 പദവികൾ സ്ത്രീക്കുണ്ട്. ഹോംവർക്ക് ഇരിക്കട്ടെ, വീട്ടിൽ പോയി കണ്ടുപിടിച്ചോണം എന്തൊക്കെയാണെന്ന്. ഞാൻ ആരാ? ഒരമ്മയുടെ മകളായി ജനിച്ചു. പിന്നെ എന്റെ പദവി എങ്ങോട്ട്? ഒരു പൈസയും കൊടുത്തില്ല, ഒരു ടെസ്റ്റും എഴുതിയില്ല. ആണോ? ഇച്ചിരി കഴിഞ്ഞപ്പോ ഞാൻ പെങ്ങളായി. എന്റെ താഴെ ഒരു ആങ്ങള വന്നപ്പോ ഞാൻ ആരായി? മൂത്ത പെങ്ങളായി. ഇങ്ങനെ അങ്ങോട്ട് ഗ്രേഡ് പോവും. ദൈവത്തിന്റെ സ്തോത്രം. ഇച്ചിരി കഴിഞ്ഞപ്പോ ഞാൻ നാത്തൂനായി. ഇച്ചിരി കഴിഞ്ഞപ്പോ ഞാൻ ഭാര്യയായി. ഇച്ചിരി കഴിഞ്ഞപ്പോ അമ്മയായി, ചേട്ടത്തിയായി, അനിയത്തിയായി. ഇങ്ങനെ പോന്നു. ഇതെല്ലാം പറഞ്ഞു തന്നാ നിങ്ങൾ ശരിയാവുകയില്ല. എന്റെ മക്കളെ, പ്രൈസ് ദി ലോർഡ്. ആ ദൈവപദ്ധതിക്കകത്ത് ഹാനോക്കിന്റെ ഭാര്യ നിശബ്ദമായ ഭയങ്കര ശുശ്രൂഷ ചെയ്തു.
ഒരു ദിവസം പോലും ആ ഭർത്താവ് അവളെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞതാ ഈ പുസ്തകത്തിലില്ല. അതിന് പരാതി പറഞ്ഞതാ ഈ പുസ്തകത്തിലില്ല. പിള്ളാരും മൈൻഡ് ചെയ്തതായിട്ട് ഈ പുസ്തകത്തിലില്ല. എങ്കിലും ഇതൊക്കെ ചെയ്ത് കാണും കേട്ടോ. എങ്കിലും അവൾ അവളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവപദ്ധതിയിൽ തന്റെ സ്ഥാനം ആ കുടുംബത്തിൽ എന്തെന്ന്, ആ സമൂഹത്തിന്റെ നടുവിൽ എന്തെന്ന്, വഷളത്വമുള്ള തലമുറയുടെ നടുവിൽ എന്തെന്ന് അവൾ തിരിച്ചറിഞ്ഞ് ആത്മസാന്നിധ്യത്തോടെ അവൾ അവളുടെ ദൗത്യം പൂർത്തീകരിച്ചു. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോ ദൈവം നോഹയെ തിരഞ്ഞെടുത്തു. നോഹയുടെ ഭാര്യയുടെ പേരും പുസ്തകത്തിലില്ല. എന്നാലും ദൈവം ചില കടുങ്കയൊക്കെ ചെയ്യുന്നത് എനിക്ക് ചിലപ്പോൾ അങ്ങ് സങ്കടം വരും. അബ്രഹാമിന്റെ പേര്, ഭാര്യയുടെ പേര് പറയാമെങ്കിൽ നോഹയുടെ ഭാര്യയുടെ പേരൂടെ എഴുതണ്ടായോ? ചിലർക്ക് അങ്ങനെ. അബ്രഹാമിന്റെ ഭാര്യയായ സാറ ചെയ്ത് ആ ഹാഗറിന്റെ പേര് വരെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇല്ലയോ? ഇടയ്ക്ക് വന്ന് ഓനക്കൊള്ളി ഒപ്പിച്ച പുള്ളിക്കാരത്തിയുടെയും ചെറുക്കന്റെയും പേര് വരെ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഒരു യുഗത്തിന്റെ നടുവിൽ പ്രൈസ് ദി ലോർഡ് ദീർഘവർഷങ്ങൾ ദൈവത്തിന്റെ സ്നേഹിതനായി, ദൈവത്തിന്റെ ഉത്തമ പുരുഷനായി, ദൈവപദ്ധതിക്ക് വേണ്ടി വിളിക്കപ്പെട്ട നോഹയോട് ചേർന്നു നിന്നുകൊണ്ട് 3 തലമുറയെ പുതുവാന ഭൂമിക്ക് വേണ്ടി ഒരുക്കിയെടുത്ത വീര വനിതയാണ് നോഹയുടെ ഭാര്യ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പെട്ടകം പണിക്ക് പോകുമ്പോ മക്കളെ വചനം പറയുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ തലമുറയിൽ നമുക്ക് പിള്ളാരെ മാനേജ് ചെയ്യാൻ എന്തോരം ബുദ്ധിമുട്ടാ, എന്ത് കണ്ണുനീരാ ഒഴുക്കിക്കളയുന്ന പിള്ളേർക്ക് വേണ്ടി. സ്തോത്രം ഇല്ലേ? സ്തോത്രം ചെയ്യുന്നതും കണ്ണുനീരോടെയാ. മറ്റു പലതിനും അവരെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നതോടൊപ്പം തന്നെ ഭയത്തോടെയാണ് അവരുടെ പേരുകൾ ദൈവസന്നിധിയിൽ വെക്കുന്നത്. ഈ വഷളത്വമുള്ള തലമുറയുടെ നടുവിൽ പടുത്തുയർത്തുന്ന പെട്ടകത്തിനകത്ത് ഇരിക്കേണ്ടത് എങ്ങനെയെന്ന്, നടക്കേണ്ടത് എങ്ങനെയെന്ന്, സംസാരിക്കേണ്ടത് എങ്ങനെയെന്ന്, നോക്കേണ്ടത് എങ്ങനെയെന്ന്, ഹല്ലേലൂയ, പാലിക്കേണ്ട എത്തിക്സ് പാലിക്കേണ്ടത് എങ്ങനെയെന്ന് നോഹയുടെ ഭാര്യ തന്റെ തലമുറയെ പറഞ്ഞു കേൾപ്പിക്കുകയായി. ഓ ഹല്ലേലൂയ. ഇതൊന്നും കൊച്ചു കളിയല്ല. ഹല്ലേലൂയ. ഉൽപ്പത്തി 3:15 വായിക്കണ്ട. ഉൽപ്പത്തി 3:15 ഹവ്വയോട് ദൈവം ഒരു ദൂത് പറഞ്ഞു. എന്നാന്നറിയാമോ? സർപ്പം തൊടാത്ത ഒരു തലമുറയെ, പിശാച് പിടിക്കാത്ത ഒരു തലമുറയെ, ഇല്ല, സർപ്പത്തിന്റെ തല തകർക്കുന്ന ഒരു തലമുറയെ ജനിപ്പിച്ചു വളർത്തുവാൻ ഹവ്വയെ നിനക്ക് വേദനയുണ്ടെന്ന്. എന്തിനാ അമ്മമാര് കരയുന്നത്? നമ്മുടെ വല്യമ്മയോട് ദൈവം കൊടുത്ത വാഗ്ദത്തമാ. യേശു തിരിഞ്ഞ് ഗോൽഗോഥായിലേക്ക് കടന്നു പോകുമ്പോൾ പിന്നാലെ അടുത്തു വരുന്ന ഒരു കൂട്ടം സഹോദരിമാരോട് പറഞ്ഞു, ഞാൻ എന്റെ ദൗത്യം പൂർത്തീകരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഇനി മണ്ണിൽ ജീവിച്ചിരുന്ന് ഒരു വലിയ ദൗത്യമുണ്ട്. എന്നെ ഓർത്തല്ല നിങ്ങൾ കരയേണ്ടത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരവി. ഓ ശരദമാന. ഓ രദലമൗശന്ദര. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തിൽ നിന്ന് പെട്ടകത്തിനകത്തിരിക്കുന്ന 7 ദിവസം ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഭയങ്കര ഭയം തോന്നുന്ന ഒരു സംഭവമാണ്. മഴയ്ക്ക് മുമ്പ് 7 ദിവസം ഇവര് പെട്ടകത്തിൽ കയറി വാതിൽ. ഗൂഗിൾ എന്ത് പറയുന്ന മഴ പെയ്യുമെന്ന് അരുളപ്പാട് പറയുമ്പോൾ ഗൂഗിളിനോട് ചോദിക്കുക. അതിനെന്തറിയാം? മഴ എന്തുവാന്ന് അതിനറിയാം. സ്തോത്രം. നോഹയുടെ പിള്ളാരോട് നോഹയുടെ ഭാര്യ പറഞ്ഞു, ഇമെയിൽ അയക്കുന്ന നേരത്തിന് ഇമെയിൽ നോക്ക്. പിടികിട്ടിയില്ല. മുട്ടുകുത്താൻ ഇമെയിൽ. വിരൽത്തുമ്പേൽ
ഇരിക്കുന്നിടത്ത് കാലം നിൽക്കുകയില്ല. ഹല്ലേലൂയ. ടെക്നോളജി നിങ്ങളുടെ വിരൽ തുമ്പിൽ നിൽക്കും. പക്ഷേ ഇതിന്റെ നടുവിൽ ഇറങ്ങുന്ന ന്യായവിധിയുടെ വെള്ളത്തിൽ നിന്ന് കയറിപ്പോകുവാൻ നിങ്ങളുടെ ഓളജി ഒന്നും പറ്റുകയില്ല. അതിന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചേ പറ്റൂ. ജീവരദന ബൗഡമ നിഗംബരഹദന ബൗഡമ Hallelujah. Oh Jesus. ഈ പെട്ടകത്തിനകത്ത് കയറിയിട്ടും മിസ്സസ് നോഹയ്ക്ക് ജോലിയുണ്ട്. ചുമ്മാ അമ്മായിയമ്മയും മരുമക്കളും കൂടെ പെട്ടകത്തിൽ കിടന്ന് അടിയൊന്നും ഉണ്ടാക്കുവല്ല. ഇപ്പൊ പെട്ടകത്തിന് അകത്ത് വന്നാലും അടിക്ക് കുറവില്ല. വെളിയിൽ അടിയായിരുന്നു. ഒരു കണക്കിനാണ് അകത്ത് കൊണ്ടുവന്നത്. നോഹയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും, നോഹയും ഭാര്യയും, അല്ലേ, 8 പേരാണ്. അപ്പൊ മരുമക്കൾ എവിടെ ഉണ്ട്? പെട്ടകത്തിനകത്തുണ്ട്. സ്തോത്രം. വിശാലമായ ഭൂമിയിൽ അടിയോ എടയോ നടന്ന പിള്ളേരാണ് ഓടി രക്ഷപ്പെട്ടു പോയേന്. മരുമക്കളും ഇപ്പൊ എവിടാ? പെട്ടകത്തിനകത്താ. അമ്മാമ നോക്കുന്ന എല്ലാം കുറ്റം. നിങ്ങള് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മിസ്സിസ് നോഹ പറഞ്ഞു, ഇതിനകത്തും ഡ്യൂട്ടി ഉണ്ടെന്നേ. അവര് കൊട്ടിപ്പാടി ആരാധിച്ചിരിക്കുക. ഇതിനകത്ത് എന്തെല്ലാം ജോലിയുണ്ടെന്നറിയാവോ? ഗർഭിണിയായ ഒരു ആന ഇതിനകത്ത് കയറിയിട്ടുണ്ട്. എവിടാ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇതെല്ലാം എന്തോ പോലെ തോന്നുന്നു. പെട്ടകത്തിനകത്ത് ജോലിയുണ്ടെന്ന്. ചുമ്മാ ഇരുന്ന് ഉറങ്ങാനല്ല പെട്ടകത്തിനകത്ത്. ഇതനി എവിടെ ചെന്ന് ഉറയ്ക്കുമെന്നറിയത്തില്ല. ഇതെപ്പോ പൊങ്ങുമെന്നറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ ഒരു യാത്ര, വിശ്വാസത്തിന്റെ ഒരു യാത്ര. ആ തലമുറയെ വിശ്വാസത്തിന്റെ ഒരു യാത്രയ്ക്ക് വേണ്ടി ആ വനിത ഒരുക്കിയെടുത്തു. ഹല്ലേലൂയ. കാണാത്ത ലോകത്തെ കുറിച്ച് ആൺതലമുറയോടും മരുമക്കളോടും പറഞ്ഞുകൊടുത്ത് കാണാത്ത ഒരു ലോകത്തെ അവരുടെ അകത്ത് കൊടുത്ത് അവരെ പെട്ടകത്തിനകത്ത് കൊണ്ടുപോകുന്ന ഒരു മാന്യ മാതാവ്. ഹോറാദന മൗഷരാദന. ഹല്ലേലൂയ. പെട്ടകത്തിനകത്തെ 2 കാര്യം പറഞ്ഞേച്ച് ഞാൻ അവിടുന്ന് ഓടാം, സമയമില്ല. ഒരു ദിവസം ഇവരിങ്ങനെ സന്തോഷിച്ച് ആരാധിച്ചിങ്ങനെ നിൽക്കുമ്പോ എല്ലാരും ആടുന്നു, തുള്ളുന്നു, സന്തോഷമാ. കുറുക്കൻ കോഴിയെ പിടിക്കാതെ നോക്കണം പെട്ടകത്തിനകത്ത്. ഉണ്ട പോയി കുറുക്കൻ. അവന് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇറുകണ്ടിട്ട് നോട്ടം ഉണ്ട് ഈ പെട്ടകത്തില്, അല്ലയോ? നോഹയുടെ ഭാര്യ അവിടെ ഉണ്ട്, പിള്ളാരും അവിടെ ഉണ്ട്, നോഹയും അവിടെ ഉണ്ട്. അങ്ങനെ ഇംഗ്ലീഷിൽ എന്നാ പറയുന്നത്? മരം കൊത്തിക്ക് ഉൾപ്പെക്കർ. സ്തോത്രം. തടി കൊണ്ടുള്ള പെട്ടകത്തിനകത്താ ഇരിപ്പ്. ഈ തടി കാണുമ്പോ ഈ മരം കൊത്തിക്ക് ഒരു കുഴപ്പമുണ്ട്. കൊത്തണം. അതിനെപ്പോഴും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. കൊത്തി കൊത്തി കൊത്തി. ചുണ്ടിന് ഇച്ചിരി നീളക്കൂടുതല. ഞാൻ മരം കൊത്തിയോട് ചോദിച്ചു, മാനസാന്തരപ്പെട്ടാണോ പെട്ടകത്തിൽ കയറിയത്? പിന്നെ എന്നാ ഈ ചുണ്ടിന് ഇത്ര നീളം? വേണുന്നതിനും വേണ്ടാത്തതിനും എല്ലാം അങ്ങ് വായലയ്ക്കും. ഈ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഈ മരം കൊത്തിയുടെ 2 എണ്ണം ഉണ്ടല്ലോ, ഈ 2 വീതമാണ് അതിനകത്ത് കയറിയേക്കുന്നത്, അല്ലയോ? ഇവർ 2 കൂടെ നോക്കിയ, ഭാര്യയും ഭർത്താവുമാണല്ലോ, ഇവർ 2 പേരും കൂടെ നോക്കിയ പെട്ടകം കിഴിച്ചത് തന്നെ അടയാളം. വെള്ളത്തിൽ കിടക്കുന്ന പെട്ടകം. വല്ലോ മനസ്സിലായോ? എത്ര പെട്ടകമാ മരം കൊത്തി കിഴിച്ചില്ലാതാക്കിയെന്നറിയാമോ?
തമ്പുരാൻ നോഹയോട് പറഞ്ഞു, ഈ സൈസുകൾ ഇതിനകത്തുള്ളത് കൊണ്ടാ കീല് തേച്ചേരും. ടാറ് വെള്ളത്തിൽ കിടക്കുന്നതല്ലേ, തേച്ചേക്കാൻ പറഞ്ഞു. കാരണം നോഹ പണിതന്നേ ഉള്ളൂ, ഇതിനകത്ത് വിളച്ചില് വേണ്ട. അകത്തുള്ള അഭിഷേകം ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. വേറൊരെണ്ണമുണ്ട് അവിടെ. 5 രൂപ 40 പൈസയുടെ മുട്ടയിട്ടേച്ച് പെട്ടകം മുഴുവൻ കലക്കി അലിച്ചോണ്ട് നടക്കുന്നവരെണ്ണം. 1-2 ലക്ഷം രൂപ വിലയുള്ള ആന പ്രസവിച്ച് പെട്ടകത്തിൽ കിടന്നിട്ടും മാനുങ്ങുന്നേ ഇല്ല. ഉണ്ടോ? അത് എഴുന്നേറ്റ് അതിൻ്റെ വഴിക്ക് പോയി. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു മഹത്വമാണ്. അത്രയും വലിയ സംഭവം പെട്ടകത്തിന് നടന്നപ്പോഴാണ് ഈ 5 രൂപ 40 പൈസയുടെ മുട്ടയിട്ടേച്ച് എന്തുവാന്ന് മനസ്സിലായോ? ഒന്ന് പാടാനോ, ഒന്ന് പ്രാർത്ഥിക്കാനോ, ഒരു സ്വപ്നം കാണാനോ, ഒരു പ്രവചനമോ, പ്രവചനമാണെന്ന് വേണ്ടിയല്ല അതിൻ്റെ അറ്റം, ഒരു ദൂത് പറയാനോ വലിയൊരു കൃപ കിട്ടിയാ പിന്നെ ഈ കോഴിയുടെ ജോലി ജനലേ കൂടെ കയറി അവിടെ അലച്ച് ഇവിടെ അലച്ച് നോഹയുടെ സ്വസ്ഥതയും കെടുത്തി. പിന്നെ 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 ഞാനാണ് അവിടുത്തെ വലിയ പുള്ളി എന്നുള്ള ചിന്തയാ. പ്രൈസല്ലോ. പെട്ടകത്തിനകം ദൈവമഹത്വം ഇറങ്ങേണ്ട ഇടമാ. പെട്ടകത്തിനകത്ത് ദൈവശബ്ദം ഉയരേണ്ട സ്ഥലമാ. ദൈവശബ്ദത്തെക്കാൾ ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സഭയെന്ന് പറയുന്നത് നിന്റെ കളിസ്ഥലമല്ല. സഭ ദൈവത്തിന്റെ ഭവനമാണ്. അതിനകത്ത് നിനക്ക് കൃപാവരം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ആ ദൈവ മഹത്വത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചോണം. ഒരഭിഷിക്തന്റെ കണ്ണുനീരി പെട്ടകത്തിനകത്ത് വീണാൽ നീ അതിന്റെ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് മറന്നു പോകരുത്. ദൈവശബ്ദവും ദൈവസാന്നിധ്യവും ദൈവാരാധനയും മുഴങ്ങേണ്ട പെട്ടകം അരാരാത്ത് പർവ്വതത്തെ, ന്യായവിധിയുടെ വള്ളത്തെ തള്ളിക്കൊണ്ട് ഈ വള്ളം മുന്നോട്ട് പോകുകയാ. പുറത്തുള്ളതൊന്നും അറിയുന്നില്ല. അകത്തുള്ള ക്രമീകരണത്തോടെ അരാരാത്ത് പർവ്വതത്തെ ലക്ഷ്യമാക്കി അത് പോകുകയാ. ഹല്ലേലൂയ. യഹോവ വാതിൽ അടച്ചതുകൊണ്ട് ഒരു വെള്ളത്തിനും ഈ പെട്ടകം തുറക്കാൻ കഴിയുകയില്ല. പക്ഷെ അകത്തിരിക്കുന്ന മരം കൊത്തി കേടുവരുത്തിയാൽ വെള്ളം കയറും. ഹല്ലേലൂയ. അതൊക്കെ ദൈവം കൈകാര്യം ചെയ്തോളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ മരം കൊത്തിയെ പിടിക്കാനും അതിന്റെ ചുണ്ടി എത്താനും ഒന്നും പോകണ്ട. നമുക്കെന്നാ ജോലിന്നറിയാമോ? പ്രാർത്ഥിക്കുക. താവേ, പെട്ടകത്തിനകത്ത് സാത്താന്റെ ശബ്ദം ഉയരരുത്, മനുഷ്യ ശബ്ദം ഉയരരുത്, അഭിഷേകമില്ലാത്ത ഒരു ശബ്ദം ഇതിനകത്ത് ഉയരരുത്. എന്റെ വീട്ടിൽ ഉയരരുത്, ഞാൻ പോകുന്നിടത്ത് ഉയരരുത്, ഞാൻ ആരാധിക്കുന്നിടത്ത് ഉയരരുത്. കോവിഡ് ശബ്ദം പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്നു. ദൈവപദ്ധതിക്കകത്ത് നമ്മുടെ സ്ഥാനം തിരിച്ചറിയണം. ഇങ്ങനെ പഴയ നിയമ സഹോദരിമാരെ പറഞ്ഞാൽ തന്നെ ഇന്ന് നേരം വെളുക്കോളം പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പദ്ധതിക്കകത്ത് നോഹയുടെയും കുടുംബത്തിന്റെയും ഡ്യൂട്ടി തീർന്നപ്പോൾ അബ്രഹാമിനെയും കുടുംബത്തെയും ദൈവം തിരഞ്ഞെടുക്കുന്നു. ദൈവത്തിന്റെ സിസ്റ്റം എല്ലാം അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ മാറി മറിഞ്ഞു. തലമുറ എന്ന വിഷയം വ്യക്തിയിൽ കേന്ദ്രീകൃതമായി. നിന്റെ സന്തതി മുഖാന്തരം
മറ്റേ ആദമിനോടും നോഹയോടും ഒക്കെ പറഞ്ഞത് നിങ്ങൾ ഭൂമിയിൽ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഈ മർമ്മം, ഈ വാഗ്ദത്തം അബ്രഹാമിനില്ല. അബ്രഹാമിനോട് പറയുകയാണ്, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കും. കണ്ടോ, വാഗ്ദത്തം ചുരുങ്ങുകയാണ്, വ്യക്തിയിലേക്ക് ചുരുങ്ങി. സാറ അതിനകത്ത് തന്റെ പങ്കാളിത്തം എന്തോ ചെയ്തു? ഭംഗിയായി നിവർത്തിച്ചു. തന്റെ ഭർത്താവിനെ യജമാനെന്ന് വിളിച്ച്, അല്ലേ, ഭയഭക്തിയോടും ലജ്ജാശീലത്തോടും സുബോധത്തോടും, സ്തോത്രം, ഹൃദയത്തിലെ ഗൂഢ മനുഷ്യനെ കൊണ്ട് തന്നെ തന്നെ അലങ്കരിച്ച് അവൾ ഒരു നല്ല വിശ്വാസ വനിതയായി അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ചേർന്ന് നിന്നുകൊടുത്തു. അതിനെതിരായി ആ വീട്ടിൽ വന്ന സകല വിഷയങ്ങളെയും അവൾ അടിച്ചു പുറത്താക്കി കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തന്റെ വാക്കുകൊണ്ട് വന്ന ഒരു ചെറിയ ഒരു പിഴവ് തന്റെ വാക്കുകൊണ്ട് തന്നെ പുറത്താക്കി കളഞ്ഞു. സഹോദരിമാരെ, നമ്മുടെ ചെറിയ ചെറിയ ബുദ്ധികേടും അശ്രദ്ധയും കൊണ്ട് വീട്ടിനകത്ത് വരുന്ന സ്വാസ്ഥ്യതകൾ ഞാനങ്ങ് വലിയ ആളാന്നും പറഞ്ഞിരിക്കാതെ അതേ വാക്കുകൊണ്ട് തന്നെ ആ അസ്വസ്ഥതകളെ എന്തോ ചെയ്യണം? പുറത്താക്കി കളയണം. അതിനെ അറച്ചു നിന്ന് അബ്രഹാമിനോട് ദൈവം പറയുകയാ, സാറാമ്മ പറയുന്ന കാര്യം ഇപ്പൊ കേൾക്കുന്ന നമുക്ക് വേണ്ടി പക്ഷെ അതേസമയം മെനകുത്തിയപ്പം വിലക്കിയോ? ഇല്ല. അവള് പറയുന്ന കേക്കണ്ടെന്ന് അബ്രഹാമിനോട് പറഞ്ഞോ? അങ്ങനെ ദൈവത്തിന് പല കാര്യങ്ങളാ. സ്തോത്രം. ഇത് കഴിഞ്ഞപ്പോ പറയുകയാ, അവളുടെ വാക്ക് നീ കേൾക്ക, നമുക്ക് വേണ്ടി. സ്തോത്രം. പുതിയ നിയമത്തിൽ ദൈവപദ്ധതിക്കകത്തൊരു സ്ത്രീ താഴ്മയോടും അനുസരണത്തോടും ദൈവകൃപയോടും സമർപ്പണത്തോടും നിന്നപ്പോൾ ഗൂഢമായി തന്നെ ഡൈവോഴ്സ് ചെയ്യാൻ ഭാവിച്ച ഒരു ഭർത്താവിനോട് രാത്രിയിൽ ദൈവം ഇറങ്ങി ഇടപെടുകയോ? എന്തോ ഇടപെട്ടെന്നറിയാമോ? അവളിൽ നടക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവളെ ചേർത്തുകൊള്ളാൻ നീ ശങ്കിക്കേണ്ട. അവളിൽ ഉരുവായത് മനുഷ്യനല്ല, അവളിൽ ഉരുവായത് ദൈവശക്തിയാണ്. നമുക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ സ്വർഗം ഇറങ്ങുന്ന നിമിഷങ്ങൾ. ദൈവത്തിന്റെ പൈതലെ, കുടുംബങ്ങളുടെ ഉള്ളറയിൽ ഗൂഢമായി ചില ആലോചനകൾ നടക്കുമ്പോൾ നിഗൂഢതകളെ പൊളിച്ചടുക്കിക്കൊണ്ട് ദൈവത്തിന്റെ ഇടപെടിയിൽ ഇറങ്ങി വരികയാ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഓ ഹല്ലേലൂയ. ദൈവപദ്ധതിക്കകത്ത് തന്റെ സ്ഥാനം എന്തെന്ന് ഈ സഹോദരിമാരൊക്കെ തിരിച്ചറിഞ്ഞു. റിബേക്ക തിരിച്ചറിഞ്ഞു, ലേയ തിരിച്ചറിഞ്ഞു, സ്തോത്രം, റാഹേൽ തിരിച്ചറിഞ്ഞു. അവരെ കുറിച്ച് രൂത്തിന്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് ശൗമേലിലൂടെ എഴുതുന്ന എന്നാന്നറിയാമോ? ഇസ്രയേൽ ഗ്രഹം പണിത റാഹേലിനെ പോലെ, ലേയെ പോലെ രൂത്തിനെ കൂടെ കണ്ണിയേൽ ചേർത്ത് കെട്ടിക്കൊടുത്തു. ദൈവത്തിന്റെ പൈതലേ, നമ്മൾ ചെറിയവരല്ല. ദൈവത്തിന് നമ്മളിലൂടെ വലിയ പദ്ധതിയുണ്ടെന്ന് വിലക്കി നിർത്തിയിരിക്കുന്ന മേഖലകളെ അതിരുകടന്നുകൊണ്ട് തീരുമാനത്തോടെ കയറി വന്ന രൂത്ത് ദൈവപദ്ധതിക്കകത്ത് കയറി നിൽക്കുകയാണ്. അവൾ പറഞ്ഞു, അമ്മായിയമ്മയാകുന്നിടത്ത് ഞാനും ചാവൂ. അമ്മായിയമ്മയുടെ ദൈവം എന്റെ ദൈവം. സ്വത്രം. നല്ല അമ്മായിയമ്മയായിരുന്നു, ഇല്ലയോ? അവര് പറഞ്ഞു, മകളെ എന്റെ പുറകെ വന്നാല് മടി പൈസയുമില്ല, ഒന്നുമില്ല, നീ നിന്റെ ഭാവി നോക്കി എന്തെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞപ്പോ അവൾ ആ മുഖത്തോട്ട് വളരെ സൂക്ഷ്മമായി ഒന്ന് നോക്കി വെച്ച് പറഞ്ഞു, ഈ ക്ഷാമത്തിലും എന്റെ അമ്മായിയമ്മയുടെ മുഖത്ത് എന്നാ തേജസ്സാ. ചിലതാന്നേ പറയും, നീ കാലെടുത്ത് വെച്ചപ്പോഴേ എന്റെനെയും കൊണ്ട് പോയെന്ന്. അവിടെ തീർന്നല്ലോ. സ്തോത്രം. അന്നേരം രൂത്തും വിടുമോ? രൂത്ത് പറയും, നിന്റെ വീട്ടിൽ വന്നു കയറിയപ്പോഴേ എന്റെ അവസാനം വന്നു. പിന്നെ അവിടെ എന്തോ ഇറങ്ങത്തില്ല, പിന്നെ അവിടെ എന്തോ ഇറങ്ങത്തില്ല, ദൈവ പദ്ധതി നടക്കത്തില്ല. അവള് പറഞ്ഞു, നിന്നെ ക്ഷാമകാലത്തും നിന്റെ മുഖം വാടാതെ, നിന്റെ അകത്ത് ധൈര്യം തന്ന്, നിനക്കൊരു ജീവന്റെ പ്രത്യാശ തന്ന്,
നിന്റെ തലയെ ഉയർത്തിപ്പിടിച്ച ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. നീ മതി എനിക്ക്, നിന്റെ ദൈവം മതി എനിക്ക്, നിന്റെ ജനം മതി എനിക്ക്, നിന്റെ ശവക്കോട്ട മതി എനിക്ക്, നീ മതി എനിക്ക്. എന്നാ സമർപ്പണമാ അല്ലേ? പറയാൻ എന്ത് എളുപ്പമുണ്ട്. നമ്മൾക്കിത് വായിച്ച് ആത്മാവിലാകാൻ വലിയ സന്തോഷമാണ്. പക്ഷേ പലയിടത്തും പറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവപദ്ധതിക്കകത്ത് രൂത്ത് കയറി നിന്നു. അവളോട് ചെയ്യേണ്ടതെല്ലാം ഈ അമ്മ പറഞ്ഞു കൊടുത്തു. പക്ഷെ അവൾ കയറി നിന്നത് ദൈവത്തിന്റെ വയലിനകത്ത, വീണ്ടെടുപ്പുകാരന്റെ വയലിനകത്ത അല്ലേ? വയലിൽ കയറി നിന്നപ്പോൾ അവൾക്ക് വേണ്ടി ആരും സംസാരിക്കാനില്ല. ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തി ഞാൻ വേഗത്തിൽ ഇവിടുന്ന് വരാം. രൂത്തിന്റെ പുസ്തകം എടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. രൂത്തിന്റെ പുസ്തകം രൂത്ത് വരുന്നില്ലല്ലോ ഇങ്ങോട്ടാ. പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. അപ്പൊ ഈ വയലിൽ തൊടുന്നവരുണ്ട്. വിസ്തരിക്കുന്നില്ല. രൂത്തേ, ശ്രദ്ധിക്കണം നീ ചില കാര്യം. നിന്റെ തീരുമാനം നല്ലതാ, നിന്റെ പ്രതിഷ്ഠയൊക്കെ നല്ലതാ. നീ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആരാ അവൾക്ക് വേണ്ടി ഇറങ്ങി വന്നത്? ബോവസ് പറയുക, നിലത്തിന്റെ ഉടമസ്ഥൻ പറയുക. ഈ ശബ്ദം നമ്മൾ കേൾക്കണം ദൈവമക്കളെ. വേലക്കിറങ്ങുന്നതിന് മുൻപ് ദൈവരാജ്യത്തിനകത്തോട്ട് കയറി നിൽക്കുമ്പോ വയലിന്റെ ഉടമസ്ഥന്റെ ശബ്ദം നമ്മൾ വ്യക്തിപരമായി കേൾക്കണം. അവൻ പറഞ്ഞു കൊടുക്കുക, മക്കളെ ഇവിടെ ആരുണ്ട്? തൊടുന്ന ബാല്യക്കാരുണ്ട്. അടുത്തത് 15-ാം വാക്യം. കേട്ടോ, റീപ്രോച്ച് ചെയ്യരുത്, അധിക്ഷേപിക്കരുതെന്ന്. ഇന്ന് ഇതെല്ലാം വലിയോ വയലിൽ നടക്കുന്നത്? അധിക്ഷേപിക്കരുത്, നിന്ദിക്കരുത്, കുറ്റം പറയരുത്. പ്രൈസ് ദി ലോർഡ്. അടുത്തത് 16-ാമത്തെ വാക്യം. തൊടരുത്, ഉപദ്രവിക്കരുത്, ശകാരിക്കരുത്, ശക്തമായ താക്കീത് കൊടുക്കരുതെന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടെന്ന്. ഈ വയലിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ തീരുമാനത്തിനൊത്ത് ഉയരാൻ കഴിയാതെ വണ്ണം ഈ വയലിനകത്തു നിന്ന് നിന്റെ മേൽ പോരടിക്കുന്ന ഇരുട്ടിന്റെ അധികാരം ഈ 3 തലങ്ങളിലും എഴുന്നേക്കും. ഉപദ്രവിക്കുന്ന ശക്തിയായി, ശകാരിക്കുന്ന ശക്തിയായി, തൊടുന്ന ശക്തിയായി പല മേഖലകളും എഴുന്നേൽക്കുമ്പോൾ നീ ഭയപ്പെട്ട് പിന്മാറുകയല്ല. ദൈവ പദ്ധതിക്കകത്ത് അവളുടെ സ്ഥാനം തിരിച്ചറിഞ്ഞ് അവൾ അവിടെ നിന്നുകൊണ്ട് പറയുകയാ, ഈ ശബ്ദത്തിനു മീതെ, ഈ ശക്തികൾക്കു മീതെ ഞാനൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നെ തൊടരുതെന്ന്, എന്നെ ഉപദ്രവിക്കരുതെന്ന്, എന്നെ ശകാരിക്കരുതെന്ന് ഉടമസ്ഥൻ കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് വല്ലപ്പോഴും കേൾക്കുന്നുണ്ടോ? നമ്മളാണെങ്കിൽ എന്ത്, സാത്താൻ അള്ളി പോയ സ്ഥലത്തെ പോരാട്ടം തിരിഞ്ഞടിച്ചു ഇല്ലയോ? ഞാൻ തലവേദനയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്കും എന്തോ വന്നു. അത് എവിടുന്ന് വന്നാന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ 40-41 കൊല്ലമായി ഈ പുസ്തകം മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും ഞാൻ അങ്ങനെ കണ്ടില്ല. ഇതെന്നാ ഡസ്റ്റ്ബിന്നാണോ നമ്മള്? മറ്റവന്റെ എല്ലാം അഴിച്ചു വിടുമ്പോ ഇങ്ങോട്ട് കൊണ്ട് കൊട്ടിയിടാൻ.
ഇതെല്ലാം ഹിന്ദുയിസം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒന്നും അധരം കൊണ്ട് പോലും ഇതൊന്നും പറയരുത്. അവ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അടുത്ത വാക്യം, അവ നിങ്ങൾക്ക് ഒരിക്കലും. അതിന്റെയൊക്കെ കീഴിൽ 2-3 നിറത്തിലുള്ള മഷി കൊണ്ടങ്ങ് വരച്ചോണം. അവ നിങ്ങൾക്ക് ഒരിക്കലും. പിന്നെ നമ്മൾ ഇസ്രായേലാണ്, ആ വിചാരം ഇസ്രായേലിനെ വലിക്കാതിരിക്കുള്ളൂ. നമ്മൾ ഇസ്രായേലൊന്നും അല്ലല്ലോ. നീ പിന്നെ എന്തിനാ കച്ചകെട്ടി ഇറങ്ങിയത്? നമ്മൾ അക്ഷരീക ഇസ്രായേൽ അല്ലെങ്കിലും അവന്റെ ചോരയുടെ വിലയാ ദൈവത്തിന്റെ പൈതല്. പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുപ്പിന്റെ ഗാനം പാടി യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് അവന്റെ ആത്മാവിൽ നിറയപ്പെട്ട് അവൻ എന്നോടുകൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് ഞാൻ അവനോടുകൂടെയാണ് നടക്കുന്നതെന്ന് ഏറ്റുപറഞ്ഞ് നടക്കുന്ന ദൈവ പൈതലേ, സാത്താന് രാജമുടി നിന്റെ അധരം കൊണ്ട് വെച്ച് കെട്ടരുത്. ഓ ജീസസ്. അത് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? സ്തോത്രം. കൊലോസ്യ ലേഖനം 2:14 വായിക്കുന്നു, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കയ്യെഴുത്തെല്ലാം മായിച്ച് ആയുധവർഗവും പിടിച്ചു പറിച്ച് ക്രൂശിൽ അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. ഇത് പറയുമ്പോൾ നമുക്ക് അഭിഷേകം വരുമെങ്കിലും അവൻ കൊണ്ടുവരുന്ന ഉടായ്പിനകത്ത് നമ്മൾ ചെന്ന് പെടും. ഇപ്പൊ പിശാചിന്റെ കയ്യിൽ എന്തോ ഇല്ല, ആയുധമില്ല, എന്റെ ജാതകവുമില്ല. എനിക്ക് വിരോധമായി എഴുതിയത് ആരുടെ കയ്യിലില്ല. പിന്നെ അങ്ങോട്ട് എന്ന് പറയും, കർത്താവേ ഞാൻ കൃമിയാന്നേ, പുഴുവാന്നേ, ചാരമാന്നേ. ഇനി എന്നാ കൃമി എഴുന്നേൽക്കുന്നു? പുഴു എന്നാ ഇനി നേരെ ഒന്ന് നിൽക്കുന്നത്? യാക്കോബിനോട് പറഞ്ഞു, നിന്നെ ഞാൻ ബുൾഡോസർ ആക്കുമെന്നാ പറഞ്ഞത്. പുഴുവായ യാക്കോബേ, നട്ടലില്ലാത്ത യാക്കോബേ, ഇളന്തളിരുകൾ മാത്രം തിന്നുന്ന യാക്കോബേ, നിന്നെ ഞാൻ ഒരു ബുൾഡോസർ ആക്കി മാറ്റാൻ ആഗ്രഹിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചതഞ്ഞ തലയും കൊണ്ട് നടക്കുന്ന സാത്താൻ കിരീടമെല്ലാം എന്തോ ഇത് തമ്പുരാൻ കാൽവറിയിൽ തകർത്തു. അവന്റെ ആയുധവർഗം പിടിച്ചു വാങ്ങിച്ചു, പരസ്യ കോലമാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുക. ഓ ഹല്ലേലൂയ. അവനിപ്പം നമ്മളെ വായിക്കാൻ നോക്കിയിട്ട് ഒന്നുമില്ല, ഒരക്ഷരവും ഇല്ല. എല്ലാം എന്തോ ചെയ്തെന്നാ അതിന്റെ മൂലഭാഷയിൽ പറയുന്ന ഇതെല്ലാം കൂടെ വെള്ളത്തിലിട്ട് കലക്കി അരച്ച് ഒരു മെഷീനിലൂടെ അരച്ച്. സ്തോത്രം. എന്റെ ജാതകം ഇന്ന് അവന്റെ കയ്യിൽ ഇല്ലെന്ന്, എന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതി ഒന്നും അവൻ അറിയാൻ വയ്യ. ഒന്ന് വിശ്വസിക്കാമോ ദൈവത്തിന്റെ പൈതൽ? ആരാണ്ടൊക്കെ വന്ന് പേടിപ്പിച്ചിരിക്കുക നിനക്കെതിരെ ഉണ്ടെന്ന്. ഞാൻ വിചാരിക്കുന്നു ചോറുണ്ണാൻ മാത്രം പിശാച് വഴക്ക് കേട്ടതില്ല. ഉറക്കം വരുത്തുന്നത് പിശാച്, ഫേസ്ബുക്ക് നോക്കിക്കുന്നത് ദൈവാത്മാവ്. ഉറക്കമേ വരികയല്ല. പോയി, എല്ലാം പോയി. നമ്മുടെ കൺസെപ്റ്റ് മാറണം ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. സാത്താനെ തല തകർത്തിട്ട് ദൈവസഭയ്ക്കകത്ത് പൗലോസ് കൊരിന്ത്യരോട് പറയുക, 2 കൊരിന്ത്യർ 2:11 പറയുക, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ഇപ്പൊ എന്തേ ഉള്ളൂ? തന്ത്രം. നമ്മുടെ നാക്ക് വാടകയ്ക്ക് കൊടുത്താൽ ഒറ്റ ആഴ്ച അവൻ ഉപയോഗിക്കും, കണ്ണ് കൊടുത്താലും ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കൊണ്ടുപോയി വെച്ച് ഞായറാഴ്ച രാവിലെ വരുമ്പോ രക്തം ചെയ്യാൻ.
ഒരാഴ്ച നാം ആരോടുകൂടെയായിരുന്നു? പ്രൈസ് ദി ലോർഡ്. സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ, അപ്പോസ്തലനായ പത്രോസ് വിശുദ്ധന്മാരോട്, സഭയോട് പറയുകയാ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമാണെന്നാന്നോ? പിന്നെ എന്തിനായി പേടിക്കുന്നത്? സിംഹം എന്ന പോലെ. അടുത്ത വാചകം. അപ്പൊ അതും അറിയാൻ വയ്യ. തലമണ്ടയുമില്ല, ആയുധവുമില്ല, ആരെ വിഴുങ്ങണമെന്ന് അറിയത്തില്ലെന്ന്. നമ്മൾ പേടിച്ചിരിക്കുക, എന്നെ ഇപ്പം വിഴുങ്ങുമോ എന്ന്. അവനറിയാൻ വയ്യ ആരെ വിഴുങ്ങണമെന്ന്. ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ അവൻ എന്തോ ചെയ്യുക? ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുക. അപ്പോഴാണ് ഇത് എന്തുവാന്ന് കാണാൻ നമ്മൾ ഈ കിളിവാതിലൂടെ തല വെളിയിൽ ഇടുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അങ്ങനെയല്ലയോ നമ്മൾ ദൈവം വെച്ചിരിക്കുന്ന അത് വാതിലുകൾക്ക് വെളിയിലോട്ട് നമ്മൾ എന്തോ ചെയ്യും? ശകലവും എത്തിനോപ്പ്. പണ്ട് വല്യമ്മയ്ക്കുള്ളത് അതേ സ്വഭാവം. ഏതൻ തൊട്ട് തുടങ്ങിയതാ ഈ എത്തിനോപ്പ്. ഇതിനപ്പുറത്തോട്ട് പോയാൽ എന്താണ് എന്ന് എത്തി നോക്കിയാൽ കൊണ്ടുപോകും. സ്തോത്രം. കൈ അതിരിന് വെളിയിൽ പോയാൽ കൈ കൊണ്ടുപോകും. മനസ്സിലാവുന്നുണ്ടോ? വല്ലു വണ്ടിയെ കയറിയപ്പോ ടിക്കറ്റ് എടുത്തപ്പോ കണ്ണും തലയും ഉണ്ടായിരുന്നു, ഇല്ലയോ? ആ ബസ്സിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് രണ്ടും അകത്ത് സൂക്ഷിച്ചോണം, ഇല്ലെങ്കിൽ ചെന്നിറങ്ങുമ്പോ ഇത് രണ്ടിനും കാണുകയില്ലെന്ന്. കൈയും തലയും പുറത്തിടരുത്. നമുക്കൊക്കത്തില്ല അടങ്ങിയിരിക്കാൻ. ഹേയ്യോ, വെളിയിൽ എന്തെല്ലാം കാഴ്ചയാ! ഇരുപ്പകത്താന്നേലും കണ്ണ് വെളിയില്ല. കണ്ണും കയ്യും. അവനിത് രണ്ടും മതി. തലയും കയ്യും മതി അവന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ടല്ലയോ ഇന്ന് സഭയ്ക്കകത്ത് കൊട്ടിയാൽ ഏതാണ്ട് ശബ്ദമുണ്ടോ? വാൾ പൊളിച്ചാൽ ഏതാണ്ട് ശബ്ദമുണ്ടോ? ഓ ഹല്ലേലൂയ! കേൾക്കാൻ വന്നവയുള്ള കാത്, ഭാരമേറിയ കണ്ണ്, ബന്ധിക്കപ്പെട്ട അധരം. ഹല്ലേലൂയ! ഇന്ന് പകലിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിന്നെ തൊടരുതെന്ന്, നിന്നെ ഉപദ്രവിക്കരുതെന്ന്, നിന്നെ ശകാരിക്കരുതെന്ന് അവൻ നിന്റെ എതിരാളിയോട് കൽപ്പിച്ചിട്ടുണ്ട്. ദൈവപദ്ധതിക്കകത്ത് രൂത്ത് കയറി നിന്നതുകൊണ്ട് അവൾ യേശു ക്രിസ്തുവിന്റെ വല്യമ്മച്ചി എന്ന പദവിയിലേക്ക് അവൾ വരികയാണ്. ആരായി തീർന്നു? യേശു ക്രിസ്തുവിന്റെ വല്യമ്മയായി കയറി വരികയാണ്. ഒരു ചെറിയ തീരുമാനമൊക്കെ കൊണ്ടുവരുന്ന അനുഗ്രഹം കണ്ടോ? നമ്മളും ചില തീരുമാനങ്ങൾ ചില പോയിന്റുകളിൽ എടുത്താൽ വെളിപ്പെടാനിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം എത്ര വലുതാണെന്നറിയാമോ ദൈവമക്കളെ? പ്രൈസ് ദി ലോർഡ്. കരപറ്റി നിന്ന പത്രോസിനോട് യേശു പറഞ്ഞു, ഇങ്ങനെ എത്ര നാള് പോകും? വലിയ കൊമ്പനൊക്കെ നടുവിൽ, കടലിന്റെ നടുവിലുണ്ട്. നീ എന്തോ ചെയ്യേ? കരയിൽ നിന്ന് അല്പം നീക്ക്. കരപറ്റി കിടക്കുന്ന പോക്ക് ശരിയല്ല. കരയിൽ നിന്ന് പിടിവിട്, ഗ്രിപ്പ് വിട്. വിശ്വാസയാത്രയ്ക്ക് നീ തയ്യാറാകുമെങ്കിൽ, അനുസരണത്തിന് നീ തയ്യാറാകുമെങ്കിൽ, നിന്നെ കാത്തൊരു പെരുത്ത മീൻകൂട്ടം നീ പരാജയപ്പെട്ട കടലിൽ തന്നെ കിടക്കുകയോ? ദൈവപദ്ധതിക്കകത്ത് നിന്ന് ദൈവമഹത്വം വെളിപ്പെടുത്തിയ പഴയ നിയമ സഹോദരിമാരെ, എന്റെ അമ്മച്ചിമാരെ വിട്ടേച്ച് ഞാൻ പുതിയ നിയമത്തിലോട്ട് വരിക. വേഗത്തിൽ നിർത്താനും പോവുക. ദൈവത്തിന് ഒത്തിരി പറയാനുണ്ടെങ്കിലും നിർത്തുകയാ. യേശു ക്രിസ്തുവിന്റെ അമ്മ എന്ന പദവിയിലേക്ക്, മനുഷ്യപുത്രന്റെ മാതാവ് എന്നുള്ള പദവിയിലേക്ക് വന്ന മറിയയെ കുറിച്ച് നമുക്കറിയാം. ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവൾ ദൈവപദ്ധതി അവളോടുള്ളത് ദൂതൻ അകത്തിയെന്ന് ദൂത് പറഞ്ഞു, ഇല്ലയോ? ദൂതനെ തിരക്കി ഓടിയില്ല. ഇപ്പൊ എല്ലാം ദൂതനെ തിരക്കി ഓടുക.
ദൂതെന്താന്നറിയാൻ. അവൾ അടങ്ങി പെരയ്ക്കകത്തിരുന്നു, മുറിക്കകത്തിരുന്നു. ദൂതൻ അകത്തു എന്നു. എന്നിട്ട് ദൂതൻ പറയുക, ഞങ്ങൾ വീണവരുടെ കൂട്ടത്തിലല്ല. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞെന്നെ ഒന്ന് വായിച്ചു. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തി അല്ലേ? സ്തോത്രം. വീണ ദൂതനും ദൂത് പറയും കേട്ടോ. അത് കേട്ടാ നീയും വീഴും. വീണദൂതൻ ദൂത് പറഞ്ഞാൽ മോഹങ്ങൾ ജനിപ്പിക്കും. സ്തോത്രം. ഉള്ളിന്റെ ഉള്ളറയിൽ മോഹങ്ങൾ ജനിപ്പിക്കും. ദൈവീക ബന്ധത്തെക്കാൾ കൂടുതൽ ലോകത്തോട് കൈകൊടുക്കാൻ തോന്നും. എന്നാൽ ഇവിടെ ദൂതനകത്ത് എന്ന് മറിയോട് പറയുകയാ, കൃപ ലഭിച്ചവളെ വന്ദനം. അവള് സമർപ്പിച്ചു. ദൈവപുത്രൻ വെളിപ്പെട്ടു. ദൈവ പദ്ധതിയിൽ തന്റെ സ്ഥാനമെന്തെന്ന് അവൾ തിരിച്ചറിഞ്ഞ് തീരുമാനത്തോടെ സ്റ്റെപ്പ് വെച്ചപ്പോൾ വീട്ടിനകത്ത് ദൈവം ഇടപെട്ടു. ദൈവ പൈതലേ, നീ വ്യക്തിപരമായി, സത്യത്തിൽ ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ ഓർക്കും, ആദ്യം ആരോടാ ഈ ദൂതൻ ചെന്ന് ദൂത് പറയേണ്ടത്? യോസഫിനോടാ പറയേണ്ടത് അല്ലയോ? യോസഫേ, അവർക്കൊന്നും ഉണ്ടാക്കല്ലേ. സ്തോത്രം. ദൈവം നോക്കിയപ്പോ യോസഫിന് ദൂത് പോലും വേണ്ട, ഒരു സ്വപ്നം മതി. ദൂത് വേണ്ടാത്തവന് പിന്നെ ദൂത് പറയുന്നത് എന്തിനാ? ഒരു സ്വപ്നത്തിൽ ഇടപെട്ടാൽ അവൻ കാര്യം ശരിയാക്കുമെങ്കിൽ. ഇതൊക്കെയാ ദൈവമക്കളെ. പത്രോസിനാന്നീ ഒരു കോഴി കൂവിയാ മതി, പുള്ളി പൊട്ടിക്കാരൻ എന്തോ ചെയ്യും. ഈ സൗരന്മാരങ്ങനാ ഇല്ലയോ? ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് ഓർത്താ വലിയ രസമാണ്. കോഴി കൂവിയതും പത്രോസ് എന്തോ ചെയ്തു? ഇത് വെട്ടിപ്പൊട്ടിക്കുന്ന ദൂത് പറഞ്ഞാലും സ്തോത്രം. ദൈവപദ്ധതിക്കകത്ത് തന്റെ സ്ഥാനം എന്തെന്ന് തിരിച്ചറിഞ്ഞു. ഒരു മാനുഷിക അറ്റാച്ച്മെന്റ് അതിനകത്ത് വരുമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗം തന്റെ വാളെടുത്ത് തന്റെ ഹൃദയത്തെ മുറിച്ചു വേർതിരിച്ചു. മറിയ കേറി നിന്നുകൊടുത്തു. അവൾ അനുഭവിച്ച ഒറ്റപ്പെടൽ, അവൾ അനുഭവിച്ച വേദന പറഞ്ഞാൽ എങ്ങും തീരത്തില്ല ദൈവമക്കൾ. യേശുവിനെ ഗർഭം ധരിച്ചത് കൊണ്ട് ലോകത്തിൽ അവൾ പരിഹാസ വിഷയമായി. തന്റെ യോസഫിൽ ജനിച്ച മക്കൾ പോലും മറിയയെ അംഗീകരിച്ചില്ല. അവരുടെ നന്മയ്ക്കും അവരുടെ ഉയർച്ചയ്ക്കും തടസ്സം അമ്മയാണ് എന്നുള്ളത് പറഞ്ഞ് പലപ്പോഴും മറിയയെ അവരെന്ത് ചെയ്യുമായിരുന്നു? വേദനിപ്പിക്കുമായിരുന്നു. തെളിവ്, ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന യേശു യോഹന്നാന്റെ കയ്യിൽ ആരെ കൊടുത്തു? സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന യോഹന്നാന്റെ കയ്യിൽ ആ മാന്യ വനിതയെ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിന് വേണ്ടി ശരീരം കൊടുത്ത, യേശുവിന് വേണ്ടി സമയം കൊടുത്ത, യേശുവിന് വേണ്ടി നിന്നെ അനുഭവിച്ച ദൈവത്തിന്റെ പൈതലേ, നീ ഒറ്റപ്പെടുമെന്ന്, നീ ജീവിതത്തിൽ നിനക്ക് ആരുമില്ലെന്ന് തോന്നുമ്പോഴും അപ്പുറത്തു മാറി നിന്നുകൊണ്ടൊരു യോഹന്നാനെ ഒരുക്കി നിന്റെ ജീവിതത്തിന് സുരക്ഷിതത്വം വരുത്തുവാൻ ഉത്തരവാദിത്വമുള്ളവനെയാണ് നീ ഏറ്റുപറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നോട് പലരും ചോദിക്കും, എൻ്റെ കുട്ടിയാൻ്റെ 60 വയസ്സായി, ഇനി എങ്ങനെയാ കാര്യം? ഞാൻ ചോദിക്കും, കർത്താവിനോട് ചോദിച്ച്, നിന്നോട് പറഞ്ഞോ എന്നെ ഏറ്റെടുക്കാൻ? പറഞ്ഞെങ്കിൽ കൊണ്ടുപോക്കോണോ ഇപ്പോഴേ? ഇല്ലേ മിണ്ടാതെ പോക്കോണോ? അല്ലേ? 17 വയസ്സുള്ളപ്പോൾ രക്ഷിക്കപ്പെട്ടത് 20-ാമത്തെ വയസ്സിൽ ഈ പുസ്തകം ചുമക്കാൻ ഇറങ്ങിയെങ്കിൽ കഴിഞ്ഞ 41 വർഷക്കാലം ഈ പുസ്തകം ചുമന്ന എന്നെ എന്റെ ദൈവം താഴെ വെക്കുവോ? അവൻ എന്നെ ചുമക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളുടെ കൈ കുഴയുമ്പോൾ, മാതാപിതാക്കളുടെ കൈ കുഴയുമ്പോൾ, സഹോദരിമാരുടെ കൈകൾ കുഴയുമ്പോൾ അവന്റെ വചനം ചുമന്ന നിന്നെ ഏറ്റെടുക്കുവാൻ സ്വർഗം ഇറങ്ങുകയോ? ഓ ഹല്ലേലൂയ!
ദൈവപദ്ധതിക്കകത്ത് സ്തോത്രം നമുക്ക് വലിയ സ്ഥാനമുണ്ട്. എന്നോട് പറഞ്ഞ സമയം തീരാറായി. 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ഇരിക്കുക. ദൈവപദ്ധതിക്കകത്ത് നമുക്ക് വലിയ സ്ഥാനമുണ്ട്. അത് തിരിച്ചറിയണം നമ്മൾ. മർക്കോസിന്റെ മാളിക മുറിയിൽ പെന്തക്കോസ് ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ വിരലിൽ എണ്ണാവുന്ന സഹോദരിമാർ മുട്ടുകുത്തി പെന്തക്കോസ്തു വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഭാരതത്തിൽ പെന്തക്കോസ്തു വെളിപ്പെടുത്തുവാൻ പൂനായിലെ മുക്തി മിഷനിൽ പണ്ഡിത രമാബായിയെ ഉപയോഗിച്ച ദൈവം ഈ തലമുറയിൽ പണ്ഡിത രമാബായിയെ തിരക്കുകയാ. ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ ഈ തലമുറയിൽ ആരുണ്ട്? കാര്യം സാധിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, പെന്തക്കോസ്തു വെളിപ്പെടണം. ഭാരതത്തിന്റെ മണ്ണിൽ പെന്തക്കോസ്തു വെളിപ്പെടണം. ഹല്ലേലൂയ. ഒരാത്മ നദി ഒഴുകണം. അതിനെ തടയുന്ന ഇരുട്ടിന്റെ അധികാരങ്ങൾ, അതിനെ തടയുന്ന പൈശാചിക മേഖലകൾ ആ ദൂത് നമുക്ക് ഏറ്റെടുക്കണം. നിങ്ങൾ ഈ മണ്ണിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ജന്മനാടിനു വേണ്ടി പ്രാർത്ഥിക്കണം. താവേ, ഒരു പെന്തക്കോസ് വെളിപ്പെടണം. എഫെസോസിൽ വെളിപ്പെട്ട പെന്തക്കോസ്, ഹല്ലേലൂയ, പെന്തക്കോസിന്റെ അനുഭവം ആമീൻ ഭാരതത്തിന്റെ മണ്ണിൽ വെളിപ്പെട്ടേ പറ്റൂ എന്ന് മർക്കോസിന്റെ മാളിക മുറിയിൽ ഇരുന്ന് കരയുന്നവരുടെ കൂട്ടത്തിൽ ചില സഹോദരിമാരും ഉണ്ടായിരുന്നു. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ദൈവപദ്ധതിയിൽ നമ്മൾ ഉണ്ട്. ഭരണമേഖലയിൽ ദൈവപദ്ധതിയിൽ ദൈവ മക്കൾ ഉണ്ട്. ന്യായാധിപതിയായി ഉണ്ട്. രാജ്ഞിമാരായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരുടെയും വിളി എന്താണോ അത് തിരിച്ചറിഞ്ഞു. അഭിഷിക്തരോടുകൂടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ഒരു സഹോദരി അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. 16-ാം അധ്യായത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ. ഒരു ബിസിനസ് ലേഡി സൊസൈറ്റിയിൽ വളരെ അംബാനിക്ക് ഉടുപ്പും കൊണ്ട് പോകുന്ന ഒരു സഹോദരി എന്ന് ഓർത്താൽ മതി. അപ്പൊ ഞാൻ വിസ്തരിക്കേണ്ട കാര്യമില്ലല്ലോ. രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ ധരിക്കുന്ന വസ്ത്രമാണ് ഇവരുടെ കയ്യിൽ വിൽപ്പനയ്ക്ക് ഇരിക്കുന്നത്. രക്താംബരം വിൽക്കുന്നവൾ. അത് സാധാരണ സ്ത്രീകൾക്ക് പറ്റത്തില്ല. അത് വളരെ കഷ്ടപ്പാടും വിലയുമുള്ളതുമായ ഒരു ബിസിനസ് അവൾ ചെയ്യുന്നത്. പക്ഷെ അവളെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്നാന്നറിയാമോ? ബിസിനസ്സും ഭക്തിയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകണം. നമുക്ക് ജോലിയും ഭക്തിയും കൂടെ ഒക്കത്തില്ല. ഒക്കോ? ജോലി കഴിഞ്ഞു വന്നാ പിന്നെ ജോലി കഴിഞ്ഞു വന്നാ പിന്നെ കർത്താവേ മാത്തനിതാ എല്ലാ കാര്യവും നിനക്ക് അറിയാമല്ലോ കർത്താവേ. അറിയാം, കർത്താവിനറിയാം. ഞാനിതാ കിടക്കുന്നു. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാത്തത് കൊണ്ട് സ്തോത്രം, കാക്കാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ബാക്കിയെല്ലാം ഒന്നിച്ച് നിന്റെ കയ്യിൽ മൊത്തക്കച്ചവടമായിട്ട് തരുന്നു. ഞാൻ ഉറങ്ങുന്നു, രാവിലെ ഉണർത്തിക്കോണം, അല്ലെങ്കിൽ ദശാംശം തരികയില്ല. ഇതാ നമ്മുടെ പ്രാർത്ഥന. നിങ്ങളങ്ങനല്ല, എനിക്കറിയാം. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇന്ന് ഇത്രയും പേര് വന്നല്ലോ ഈ ബദ്ധപ്പാടിൻ്റെ നടുവിൽ. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നേ. ഭക്തിയും ബിസിനസ്സും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു സഹോദരി. അവൾ യൂറോപ്പിലെ ആദ്യത്തെ ക്രിസ്ത്യാനി വനിതയാ. യേശുവിനെ അംഗീകരിച്ച ഒരു സഹോദരിയാ. ഇവള് ശബത്ത് നാളിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ കറങ്ങി ദർശനം കണ്ട് എവിടാണ് ഒരു സഭായോഗം കൂടേണ്ടതെന്നോർത്തിങ്ങനെ കറങ്ങി നടക്കുക. അന്നേരം പുഴവക്കത്ത് കുറച്ച് സഹോദരിമാരിരുന്ന് SMS വിടുന്നത് കണ്ടു. ഇല്ല, അവരെന്തോടുത്തോണ്ടിരിക്കുക?
അവരവിടെ ചെന്നു, കുറച്ച് സഹോദരിമാരെ കിട്ടി. ഉടനെ പൗലോസും ശീലാസും കൂടെ എന്തോ എടുത്തു, യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അവിടെ ഒന്നും ഞാൻ നിൽക്കുന്നില്ല. അന്നേരമാണ് ലുദിയ എന്നൊരു സ്ത്രീ. അപ്പൊ ഈ ബിസിനസ് ആന്നേലും സഭായോഗം മുടക്കത്തില്ല, പള്ളി ഇല്ലേലും സുനഗോഗിൽ വന്നിരിക്കുക അവള്. മനസ്സിലാവുന്നുണ്ടോ? നമ്മക്കാണെ ഒരു കുറ്റബോധവും ഇല്ല ഒരു സഭായോഗം മുടങ്ങിയ. എല്ലാം മാറണം, എല്ലാം മാറണം. ഇല്ലുകുട്ടി ആൻറ്റിക്ക് ഇതൊക്കെ പറയാം, പിന്നെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വരും ജോലി ചെയ്യാൻ പറ്റുമോ? സാത്താൻ്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ സഭായോഗം മുടക്കുന്നതിന് ഒരു കുറ്റബോധവും ഇല്ലാത്തവരാന്ന് സാത്താൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ എന്തോ ചെയ്യുമെന്നറിയാം, ഞായറാഴ്ച നിങ്ങളെ ജോലിക്കാക്കിയേച്ച് അവൻ്റെ ആൾക്കാരുമായിട്ട് അവൻ ക്ലബ്ബിൽ പോവും. സ്വോത്രം എല്ലാം പോയല്ലോ. അതുകൊണ്ട് ഇടയ്ക്ക് അതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. പ്രൈസ് ദി ലോർഡ്. അവൾ വിശ്വസ്തയായിരുന്നു. അവൾ മുഖാന്തരം ഒരു സഭയുണ്ടായതായിട്ടാ 16-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം. ലുദിയയുടെ വീട്ടിൽ ഇപ്പൊ ഒരു ചെറിയ ഹൗസ് ചർച്ച് ഉണ്ടോ? പോയ പോക്കുണ്ടോ? അവള് ചെന്ന് സുവിശേഷം കേട്ടു, വീട്ടിൽ വന്ന് അച്ഛനോടും പിള്ളാരോടും പറഞ്ഞു. അവര് കേട്ട പാടെ എന്തോ ചെയ്തു? അവര് വിശ്വസിച്ചു. സാക്ഷ്യമുള്ള ഒരു സഹോദരി ആയതുകൊണ്ട് അച്ഛൻ അധികം ആലോചിച്ചില്ല. ഇവള് പറയുന്നതിനകത്തും കാര്യമുണ്ടെന്ന് മനസ്സിലായി. ദൂത് മനസ്സിലായല്ലോ. പിള്ളാരും പറഞ്ഞു, ഞങ്ങളുടെ അമ്മ പ്രാർത്ഥിക്കുകയും കരയുകയും പണമൊക്കെ കൈകാര്യം ചെയ്യുകയും സാക്ഷ്യമുള്ള ഒരു അമ്മയായതുകൊണ്ട് അമ്മ പറയുന്നതിനകത്തൊരു കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി അവരും അപ്പന്റെയും അമ്മയുടെയും പുറകെ പോയി. ലുദിയായുടെ കുടുംബം മുഴുവനും ദൈവത്തിൽ വിശ്വസിച്ചു. അവള് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഒരു ആരാധന തുടങ്ങാം. അപ്പൊ സ്വാഭാവികം വലിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാ മാറ്റുന്നത്? രക്താംബരം കൊണ്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുവാ അല്ലയോ? അവിടെ പൗലോസും ശീലാസും ചെന്നാല് എങ്ങനാ? ലുദിയ പറഞ്ഞു, അതെല്ലാം മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. മാറ്റാൻ പറ്റുന്നതേ ഞാൻ വീട്ടിൽ വാങ്ങിച്ചിടൂ. എടുത്താ പൊങ്ങാത്തൊന്നും ഞാൻ എന്ത് ചെയ്യത്തില്ല. നട്ടും ബോൾട്ടും ഉള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചിടുള്ളൂ. പലപ്പോഴും ഒരു കൂട്ടായ്മ നടത്താന് എല്ലാ സ്വത്രവും പോയി, ഗ്യാസും കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് എടുത്താ പൊങ്ങാത്ത കുന്നാപ്പെല്ലാം കൂടെ വാങ്ങിച്ചിട്ട് വെച്ച് ഇപ്പൊ ഇരുന്ന് ആലോചിക്കുക എങ്ങനെ കൂട്ടായ്മ നടത്തുമെന്ന്. ലുദിയ പറഞ്ഞു, ഞാൻ റെഡി. എന്റെ സോഫ ഞാൻ തെള്ളിയാ നീങ്ങുന്നതാണ്. അത് ഞാൻ അങ്ങേ മുറിയിലോട്ട് തെള്ളിക്കോളാം. വല്ലോ മനസ്സിലായോ? എന്നിട്ട് ആ വീട്ടിലൊരു സഭായോഗത്തിന്റെ ആളുകൂടി. പൗലോസ് അവിടെ ഉണ്ട്, ശീലാസ് അവിടെ ഉണ്ട്. അവരൊന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ടു പോയി. മുറിവേറ്റ് സഹോദരങ്ങൾ, പൗലോസൊക്കെ മുറിവേറ്റ് തകർന്ന അടികൊണ്ട് തുന്നം പാടിയ ആ വീട്ടിൽ വന്നത് അല്ലേ? വളരെ ശാരീരിക മാനസിക മുറിവുകൾ ഏറ്റ അപ്പോസ്തലന്മാരെ വീട്ടിൽ കൈക്കൊണ്ട് ആ കുടുംബം ചെയ്യേണ്ട സേവനം, സുവിശേഷത്തിൽ പങ്കാളിയായി ദൈവപദ്ധതിക്കകത്തവരുടെ സ്ഥാനം തിരിച്ചറിഞ്ഞ് ദൈവ മഹത്വത്തിനു വേണ്ടി യൂറോപ്പിൽ ഒരു വീടിന്റെ വാതിൽ തുറന്നുകൊടുത്ത് അവളുടെ പണവും അവളുടെ സമയവും അവൾക്ക് ലഭിച്ച സകല താലന്തും സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിച്ച മാന്യ വനിത സഭയെ ഉയർത്തിപ്പിടിച്ചു. ഒറ്റവാക്യം കൂടെ, സമയം കടന്നുപോയി, വേഗം വായിച്ചു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് ഓടിവാ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. കുറെ കഴിഞ്ഞപ്പോ അവിടെ ഒരു അമ്മാമ, തുയത്തൈരയിലെ സഭ കുറെ കഴിഞ്ഞപ്പോ നല്ല പ്രവൃത്തിയുള്ള സഭയായിരുന്നു, സ്നേഹമുള്ള സഭയായിരുന്നു, വിശ്വാസമുള്ള സഭയായിരുന്നു, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന സഭയായിരുന്നു, സഹിഷ്ണുതയുള്ള സഭയായിരുന്നു, ക്വാളിറ്റിയുള്ള സഭയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസന് വളരെ സങ്കടം.
ലിക്കുട്ടി ആൻറ്റി സഭയിൽ ആള് കുറവാ. ഞാൻ പറഞ്ഞു 500 പന്നിയെ മേയ്ക്കുന്നതിൽ നല്ല 2 സിംഹക്കുട്ടിയെ മേയിച്ചുകൊണ്ട് നടക്കുന്നത്. ഈ പന്നിയെ എല്ലാം കൂടെ മേയിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമല്ല. ഞായറാഴ്ച മാത്രം PSO ഇട്ട് കുളിപ്പിച്ച് അങ്ങോട്ട് ഇറക്കും. ഒരാഴ്ച മുഴുവൻ പന്നിയുടെ കൂടാ. പിന്നെ ഞായറാഴ്ച വരും. നിങ്ങളുടെ കാര്യമല്ലെന്ന്, കേരളത്തിലെ കാര്യമാണ്. ക്വാളിറ്റി ഉള്ളവരാകണം. ക്വാണ്ടിറ്റിയില്ലെന്നും പറഞ്ഞു വാതിൽ വലുതാക്കണ്ട. സഭ ക്വാളിറ്റി ഉള്ളതാ, പ്രവൃത്തിയുള്ള സഭ, ശുശ്രൂഷിക്കുന്ന സഭ, മറ്റുള്ളവരെ താങ്ങുന്ന സഭ. അടുത്തത് വായിച്ചു. എങ്കിലും അവിടെ ഒരു അമ്മാമ കൃപാവരം പ്രാപിച്ച് വന്നു. ലുദിയ മരിച്ചോ ഇല്ലയോ എന്നറിയാൻ വയ്യ. പാവം സഭ ഉണ്ടാക്കി, പണം കൊടുത്ത്, വീട് കൊടുത്ത്, വിശുദ്ധന്മാരെ സൽക്കരിച്ച് അവിടെ ഒരു സഭ, ഹൗസ് ചർച്ച് ഉണ്ടാക്കി. ആ സഭ വളരെ ക്വാളിറ്റിയുള്ള സഭയായി വളർന്നു. ദൈവ മഹത്വം അതിലൂടെ വെളിപ്പെട്ടു. അന്നേരം ഉണ്ടാകത്തു എന്ന് ഒരെണ്ണത്തിന് പ്രവചനാത്മാവിൽ എഴുന്നേറ്റിരിക്കുക. ഒരെണ്ണം അമ്മാമ്മയുടെ പേര് ഇസബേൽ എന്ന്, മറ്റേന്റെ വകുപ്പായിരിക്കും. ഏലിയാവിന്റെ അടുത്ത് കുഞ്ഞുകളി ചേർന്നുണ്ടല്ലോ പഴയ നിയമത്തിൽ. യേഹു ഇല്ലാത്തത് കൊണ്ട് വിളയുക. മനസ്സിലായോ? അഭിഷേകമുള്ള യേഹു സഭയ്ക്കകത്തുണ്ടെങ്കിൽ ഒരിസബേലും വാഴുകയില്ല സഭയ്ക്കകത്ത്. ഇസബേൽ എന്ന സ്ത്രീ അവൾ എഴുന്നേറ്റിട്ട് എന്തോ ചെയ്യുന്നത്? ദുർനടപ്പാചരിപ്പാൻ, വിഗ്രഹാർപ്പിതം തിന്നുവാൻ. അതിന്റെയൊക്കെ ചരിത്രം പഠിച്ചാൽ നമ്മളും ചിലപ്പോൾ ഇതിനകത്തൊക്കെ പെട്ടുപോകുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടു പോകും. ബിസിനസ് കേന്ദ്രമായ തുയത്തൈരയിൽ ബിസിനസ്സുകാരെല്ലാം കൂടി സാമൂഹ്യ സദ്യകൾ നടത്താറുണ്ട്. ഗെറ്റ് ടുഗദർ. അവർക്ക് ലഭിച്ച ധനത്തിന്റെ ലാഭവും കൊണ്ട് എല്ലാവരും കൂടെ എന്തോ ചെയ്യും? സൊസൈറ്റി എല്ലാം കൂടെ വിളിച്ചുകൂട്ടി അവർ ആർമാദിക്കും. അപ്പം ഈ കൊച്ചമ്മ സഭയ്ക്കകത്ത് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അടുത്ത സഭായോഗത്തിന് ഞാൻ വരികയില്ല, എന്നെ ക്ലബിൽ വിളിച്ചിട്ടുണ്ട്. ഉടനെ ഒരാൾ ചോദിച്ചു, ക്ലബിൽ പോകുന്നത് വിശുദ്ധിക്ക് ചേരുന്നാന്നോ? അവള് പറഞ്ഞു, ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും കുഴപ്പമില്ല, എല്ലാവർക്കും പോവാം ക്ലബിലൊക്കെ. നീയായിട്ട് ഒരു കൊച്ചനോട് വന്ന് ചോദിച്ചു, ഈ കുട്ടി ആൻറ്റി അകമെല്ലാം വെള്ള പേപ്പറാ, പുറമേ ഇച്ചിരി കറുപ്പാണെന്നേ ഉള്ളത്. വീട്ടിൽ ചെന്നേ ട്യൂബെല്ലാം കത്തുള്ളൂ, അത് കത്തിക്കോളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അകമെല്ലാം വെള്ളയാ, പുറമേ ഇച്ചിരി കറുപ്പ. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയ്ക്ക് നീ ഒരു പോസിറ്റീവ് എനർജി പകരുന്ന ഒരു വ്യക്തിയാണോ, അതോ ഇസബേലിനെ പോലെ കൃപാവരം ദുർവിനിയോഗം ചെയ്ത് സഭയ്ക്ക് തലവേദന ഉണ്ടാക്കുകയാണോ? അവിടെ വായിക്കുന്നത്, എന്റെ ദാസന്മാരെ ഉപദേശിക്കുന്ന ഒരു സ്ത്രീ. 2 സ്ത്രീയാ, ഒരു സഭയിലെ സ്ത്രീയാ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. എപ്പോഴും പ്രാർത്ഥിച്ചോണം, കർത്താവേ സഭയിലാകല്ലേ, നകളിക്കാൻ ഇടവരല്ലേ, തലകുനിഞ്ഞിരിപ്പാൻ കൃപ തരണമേ. എന്റെ തലയ്ക്ക് മീതെ ക്രിസ്തുവല്ലാതെ ഞാൻ അവന്റെ ശരീരമാണ്. ഒന്ന് പാടിയാൽ, ഒന്ന് പ്രാർത്ഥിച്ചാൽ, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, മറ്റുള്ളവരെ കരുതുവാൻ, ഞാൻ എന്ന പദം ഒത്തിരി ഉപയോഗിക്കരുത് സഭയ്ക്കകത്ത്. നാം ക്രിസ്തുവിന്റെ ശരീരമല്ലോ, നാം ക്രിസ്തുവിന്റെ ശരീരം.